എൻ്റെ പൊന്നളിയ അതിൻ്റെ അടിയിലേക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പില്ലർ റോക്കിൻ്റെ അവിടെ നടന്ന് ഗുണാക്കേവിലേക്ക് വന്നു. ഇവിടെ നിന്ന് പില്ലർ റോക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വഴിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തുകൊണ്ട് ഗുണാക്കേവിലേക്ക് നടന്നാ വന്ന. കണ്ട എന്തൊരു തിരക്കവിടെ. സമയം ഏകദേശം 2 മണിയായി. പക്ഷേ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് നോക്കി ഇരുട്ടടച്ചോണം നിൽക്കുന്നത്. ഇരുട്ടടച്ചോണം ഒരു സന്ധ്യാസമയം പോലെ ഒക്കെയുള്ള ടൈപ്പ് ഫീൽ. ചുറ്റും നോക്കി ഫുൾ കോട വന്ന് ഇരുട്ടടച്ച് നിൽക്കുക. ഒരു സമയം 2 മണിയായിട്ടുള്ളൂ. എന്നാലും എൻവയോൺമെൻറ്റ് ഫുള്ള് ഒരു ഇരുണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു തരം ഡാർക്ക് എൻവയോൺമെൻറ്റാണ്. ഫുള്ള് ഇങ്ങനെ ഡാർക്കായിട്ട് ഇരുട്ടടച്ച് നിൽക്കുക കോടയൊക്കെ ആയിട്ട്. ഇവിടെ അന്യായി തീർക്കാം. അവിടെ ഏതൊരു ഗൈഡ് ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് തിരക്കല്ലേ. ആൾക്കാരൊക്കെ ഇവിടെ ഗുണയിലെ പാട്ടും സുഭാഷ് എന്നുള്ള വിളിയൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ ആഘോഷിക്കുക ഗുണാക്കേവിലെ. थोड़ा एडवेंचर करो यार. में जाओ तो बहुत इजी है, बहुत इजी. നമ്മൾ ഗുണാക്കേവിൽ എത്തിയിട്ടുണ്ട്. ബാക്കിൽ കാണുന്നതാണ് ഒരു കേവ്, ഗുണാക്കേവിൻ്റെ. ഇവിടെ പല സ്ഥലങ്ങളായിട്ട് പല കേവ് എൻട്രൻസുകളുണ്ട്. ഇത് ഒരു കേവ് ഫോർമേഷനാണ്, ഒരു പഴയൊരു കേവ് ഫോർമേഷനാണ്. അവിടെ താഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവിലേക്ക് ഇറങ്ങിച്ചെല്ലണ വഴിയൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ആക്ച്വലി ഇവിടെ ബാരിക്കേഡ് ചെയ്തേക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ക്യാമറ എന്ന സൈഡിലേക്ക് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഇപ്പോൾ ആക്ച്വലി ഇതായിരുന്നു ഗുണാക്കേവിലേക്കുള്ള എൻട്രൻസ് പോയിന്റ്. ഇതിപ്പോൾ നിലവിലിത് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ബ്ലോക്ക് ചെയ്തേക്കാണ്. ബട്ട് പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമായിരുന്നു. അപ്പോൾ പണ്ട് ഇറങ്ങിയേക്കുന്ന ആൾക്കാരൊക്കെ ഷെയർ ചെയ്തേക്കുന്ന യൂട്യൂബിലുള്ള വീഡിയോകളും പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവിടെ 2 എൻട്രൻസ് എന്തോ ഉണ്ട് കേവിലേക്ക്. അതായത് ഇപ്പോൾ ഈ കാണുന്ന വഴിയിൽ തന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി റൈറ്റിലേക്ക് ഒരു എൻട്രൻസും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു എൻട്രൻസും കൂടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഗുണ കേവ്. അതായത് സിനിമയിലൊക്കെ കാണിക്കുന്ന സിനിമയിൽ കാണിക്കുന്ന ഗുണ കേവ് ആണ് ആ കാണുന്നതിൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ കാണുന്ന ആ ഉള്ളിൽ ഒരു കേവിൻ്റെ ഒരു പോർഷനുണ്ട് എൻ്റെ അടുത്ത്. അവിടെയാണ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. ഇങ്ങോട്ടേക്കൊക്കെ ആൾക്കാർ ഇറങ്ങി ചെന്നിട്ട് വർഷം കുറേ ആയി. ഈ കേവിൻ്റെ അകം ഇപ്പം ഇനിയും ഒരാൾക്കും ഇപ്പം കാണാനോ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനോ കഴിയില്ല.
ആൾക്കാർ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് സിനിമേൻ്റെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ക്രേസാണ് ഗുണ കേവിൻ്റെ പിറകെ ഇപ്പോൾ വരുന്നൊരു പുതിയൊരു ആൾക്കാർക്കുള്ള ഫാസിനേഷൻ. ബേസിക്കലി ഗുണ കേവ് എന്നുള്ള പേര് ഈ കേസിന് വന്നത് തന്നെ കമൽഹാസൻ്റെ പഴയ സിനിമ ഗുണ എന്ന് പറഞ്ഞ സിനിമ എവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിന് പേര് ഗുണ കേവ്സ് എന്നായി. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ കേസ് അത് കണ്ടുപിടിച്ചത് അവർ ഇട്ട പേര് ഡെവിൾസ് കിച്ചൺ എന്നാണ്. കാരണം ഈ പില്ലർ റോക്സിൻ്റെ ഇടയിൽ കൂടെ ഈ കോട ഇങ്ങനെ വന്നിട്ട് കോട ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പുക പോലെ എന്തോ കിച്ചണിൽ നിന്ന് പുക വരുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പാണ്ഡവർ ഇവിടെ ഈ കേവ്സിനകത്ത് താമസിച്ച് ഇവിടെ ഇതിൻ്റെ പലതരം കഥകളുണ്ട്. ഈ ഗുണ കേവിൻ്റെ പിറകെ പലതരം കഥകളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നേക്കുന്ന ഫാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു അതൊരു ട്രൂ സ്റ്റോറിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് വീണ് മരിച്ചിട്ടുണ്ട്. ഗുണ കേവിൻ്റെ അകത്ത് പോയി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഗുണ കേവിൻ്റെ അകത്ത്. അതിൽ ജീവനോട് തിരിച്ചു വന്നത് സുഭാഷ് മാത്രമേ ഉള്ളൂ. 2006 മഞ്ഞുമൽ ബോയ്സ് ഇൻസിഡൻറ്റ് നമ്മളങ്ങനെ പതുക്കെ മുകളിലേക്ക് ഇന്ന് കയറി നോക്കാൻ പോകണം. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി പോവാണ്. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുകളിൽ എന്തൊക്കെയാണ് വിഷ്വൽസ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇതാ അവിടെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. അത് ഗ്രില്ലിട്ട് മൂടി വെച്ചേക്കാം. ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാർ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ ഗ്രില്ലിട്ട് വെച്ചേക്കുന്നത്. ഈ കേവിൻ്റെ അകത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ 3500 അടി താഴ്ചയ്ക്ക് പോകുന്നൊക്കെയാണ് പറയുന്നത്. അത്ര ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. ഇത് വേറൊരു കേവ് എൻട്രൻസ് ഇവിടെ ഗ്രില്ലിട്ട് മൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നോക്കി. എൻ്റെ പൊന്നളിയ അതിൻ്റെ അടിയിലേക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല. ആൾക്കാർക്ക് ഗ്രില്ലിന്റെ മുകളിൽ കൂടെ പേടിച്ചാണ് നടക്കുന്നത്. എങ്ങനെ ഈ ഗ്രില്ലങ്ങ് വിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലേ നേരെ അകത്തേക്ക് പോകും. നേരെ Mobile phones also you cannot do anything. It's gone. Yeah. Go No, that Manjuval boys was shot here only. This was done after this was laid after they went inside. Okay. Further it was not laid. Okay. No, see in this area only 20-30 are there dead traps. So no one will know that it's mountain here. Actually, there are all grass and all these plants and all that. You cannot see also. Yeah. No, this place is not there anywhere in the world like this. It's a unique place. കുറേ ഉള്ളിലേക്ക് അവിടെ മുകളിലൊക്കെ കുറേ വ്യൂ പോയിന്റ് ഉണ്ട്. ആക്ച്വലി ഇതിപ്പോൾ നോക്കിയാൽ ഈ ഫോഗ് വരുന്നത് ശ്രദ്ധിച്ചു, കോട വരുന്നത് ശ്രദ്ധിച്ചോ. ഈ കോട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ആ പില്ലർ റോക്സ് കണ്ടില്ലേ, ആ 3 പില്ലർ റോക്സിൻ്റെ ഇടയിൽ ആണ് ഈ കേവ് ഫോർമേഷൻസ് ഇരിക്കുന്നത്. അപ്പോൾ ആ നേരത്തെ നമ്മൾ കണ്ട കോടയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന കോടയാണ്. പിന്നെ ആൾക്കാർ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോട പില്ലർ റോക്സിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് വരും. ഈ കോട പില്ലർ റോക്സിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ പോക്കുള്ളിക്കൂടെ ഒരു കിച്ചണിൻ്റെ പോക്കുള്ളിക്കൂടെ പുക പോകുന്ന പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർ തന്നെ ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞത്. വേരുകളൊക്കെ ഇങ്ങനെ വേരുകളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഫാഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക രീതിയിൽ വേരുകളൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഈ വേരുകളൊക്കെ ഇങ്ങനെ പൊന്തി അതങ്ങനെ നിൽക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണെന്ന് തോന്നുന്നത്. വർഷങ്ങളായിട്ടുള്ള ഈ കേവ്സൊക്കെ എത്ര കാലം പഴക്കമുണ്ടെന്ന് തന്നെ നമുക്കറിയില്ല. കുറേ പഴയ കാലത്ത് തുടങ്ങിയുള്ള കേസാണ്. കാരണം 3500 അടി താഴ്ചയിൽ ഈ വിള്ളലൊക്കെ ഫോം ചെയ്ത് ഇത്രയും മരങ്ങൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഇത് നിൽക്കുന്നെങ്കിൽ ഇത് കുറേ കാലം പഴക്കമുള്ള കേസ് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടാവും അവർക്ക് ഈ എക്സ്പീരിയൻസ്? ഇത് ഭയങ്കര ഹോണ്ടിങ് പ്ലേസ് ആയിരുന്നുണ്ടാവും.
വേണ്ട ഈ സൈഡിൽ കൂടെ ഒക്കെ ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കേവിൻ്റെ ആ ഉൾപോർഷൻ കാണാൻ പറ്റും. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലത്തെ രീതിയിൽ ആ അങ്ങനെയൊക്കെ പല എൻട്രൻസുകളൊക്കെ ഉണ്ട് അങ്ങനെ അകത്തേക്കടെ നല്ല ഭംഗിയാണ് കാണും. പച്ചപ്പ് അതിൻ്റെ ആ പാറേൻ്റെ സൈഡിലൊക്കെ പച്ചപ്പ് ഇങ്ങനെ ഈ അതിങ്ങനെ പച്ച കളറിൽ മറ്റേ എന്താ പറയുക നമ്മൾ ഈ മതിൽ കെട്ടുമ്പോൾ കാണുന്ന പോലത്തെ രീതിയിൽ പച്ചപ്പൊക്കെ പിടിച്ചിരുന്ന് കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഫാൻറ്റസി വേൾഡ് പോലത്തെ ഒരു ഫീലാണ് എന്താ അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നമ്മൾ സിനിമയെ കൂടെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ വന്ന വഴിക്ക് അവിടെ പില്ലർ റോക്സിനോട് ഒരു പുള്ളിയോട് സംസാരിച്ച് പറഞ്ഞു അതിൻ്റെ അകത്തുള്ള വ്യൂ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ എന്തോ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ പറ്റുമായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ കണ്ടേക്കുന്നവരൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൾക്കാർക്ക് ഭയങ്കര ഫണ്ണായിട്ട് ഞാൻ ഗുണ കേവിലേക്ക് വരണേക്കുമ്പോൾ ഒരിക്കലും ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. ഇത്രയും തിരക്കുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് ഞാൻ ഇത്രയും വിചാരിച്ചില്ലായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്, ആൾക്കാർ ഭയങ്കര ലൈവ്ലിയും ആക്റ്റീവായിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്ലേസ്. അടിപൊളി സ്ഥലം തന്നെ. ഈ കൊടൈക്കനാൽ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതുവരെ കണ്ടതിൽ ഗുണ കേവ് തന്നെ. ഞാൻ ഈ ഗ്രില്ലിൻ്റെ മുകളിൽ കൂടെ നടന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ വീണ 3000 അടി താഴ്ചയാണ്. ഗ്രില്ലിൻ്റെ വിശ്വാസത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ എന്തായാലും മനസ്സിൽ പേടിയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വീണ് മരിച്ച സ്ഥലമായതുകൊണ്ട് പിന്നെ റിസ്കി ആയിട്ട് സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ട്. ഇനി നമുക്ക് നടന്ന് മുകളിലേക്ക് കയറാം. അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. That was quick. അവിടെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. അതിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ സൈഡിൽ അവിടെ കുറച്ച് ആൾക്കാർ കുറേ അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് അവർ കുറച്ച് ഫ്രീ ആയതിനു ശേഷം നമുക്ക് വിളിക്കാം. അതായത് നമുക്ക് ഈ സൈഡിൽ നിന്ന് എന്തൊരു വ്യൂ ഉണ്ട് നമുക്ക് കാണാം. താഴത്തേക്ക് ഫുൾ കൊക്കയാണ്. താഴത്ത് ഫുള്ള് കൊക്കയാണ്. ഇങ്ങനെ താഴത്തേക്ക് നോക്കിയാൽ ഭയങ്കര ഡെപ്താണ്. 3500 അടി താഴ്ചയ്ക്ക് അങ്ങ് പോകും. ഇത് അപ്പളേക്ക് അപ്പുറ സൈഡിൽ എന്തോ സംഭവം ഉണ്ടാകും. താഴത്തേക്ക് ഞാൻ നോക്കിയേ, ഇവിടെ തന്നെ വലിയൊരു ഇവിടെ താഴത്ത് തന്നെ വലിയൊരു കേവ് ഉണ്ട്. കണ്ടോ, ഫുൾ ഡെപ്ത് താഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പോകും.
എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പുറത്തെ, അതായത് ഇത് എൻ്റെ ബാക്ക് സൈഡിൽ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള കേവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതാണ് ഇവിടെ അവർ അടച്ച് മറ വെച്ചേക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരു വഴി കയറി ഇങ്ങനെ പോകുന്നുണ്ട് മുകളിലേക്ക്. അതങ്ങ് അടച്ചു വെച്ചേക്കാം, ഇവിടെ നിന്ന് അടച്ചു വെച്ചേക്കാം, അതങ്ങ് കടക്കാൻ പറ്റില്ല. ഉണ്ട് അവിടെ അപ്പുറത്തേക്ക് ഡേഞ്ചറുള്ള എന്തോ സാധനങ്ങളുണ്ട് അവിടെ, അതുകൊണ്ട് അങ്ങോട്ടേക്ക്. നമ്മളിങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു വീണ് കിടക്കുന്ന ഒരു മരം. ഗുണ കേവ്സ് കണ്ടു കഴിഞ്ഞു. അടിപൊളി സ്ഥലം, ഇഷ്ടമായി. ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി വേൾഡ് പോലത്തെ ഒരു ഫീലാണ് ഇവിടെ ശരിക്കും. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കേവ് സ്ട്രക്ചേഴ്സ്, പിന്നെ അതിൻ്റെ പിറകെയുള്ള കുറേ കഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ആ മിസ്റ്റീരിയസ് ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഞാൻ കൊടൈക്കനാൽ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു പ്രൈം ടാർഗറ്റായിരുന്നു ഗുണ കേവ് കാണണം എന്നുള്ളത്. അങ്ങനെ ഗുണ കേവും കണ്ടു, പില്ലർ റോക്സും കണ്ടു. പയ്യെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. ഓക്കെ.